Hi friends, welcome back to our channel. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്ന ഒരു അടിപൊളി സമൂസയായിട്ടാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. സമൂസയ്ക്കുള്ള ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കുക. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുഴയ്ക്കാം. നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 20 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെക്കാം. ആ ടൈമിൽ നമുക്ക് സമോസയ്ക്കുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങ് ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് കാൽ ടേബിൾ സ്പൂൺ ഉപ്പങ്ങ് ഇടാം. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി. പുഴുങ്ങി വെച്ച കിഴങ്ങ് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ വല്ല ഉപ്പിനോ മസാലയ്ക്ക് വല്ലതും കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കുള്ള ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മാവ് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. എന്നിട്ട് ചപ്പാത്തിക്ക് നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ 4ആയിട്ട് മുറിക്കാം. ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കങ്ങ് കലക്കാം. കലയിട്ടിട്ട് ഇതിങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യുക.
നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തുടർന്നുള്ള എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. then ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ.